തൈര് സാദം ഒരു സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ഡിഷായിട്ടാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. ഇതൊരു ബോഡി കൂളന്റും ആണ്, ഒരു സാത്വിക് ഫുഡും ആണ്. അതുകൊണ്ട് അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ അമ്പലങ്ങളിൽ മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പ്രായഭേദമന്യേ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഡിഷാണ്. കാരണം ഇത് നന്നായിട്ട് ബോഡി കൂൾ ചെയ്യും, ഗട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 3 മുതൽ 4 പേർക്കുള്ള ഡിഷാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുക്ക് ചെയ്ത പച്ചരിയാണ് കേട്ടോ. പച്ചരി കുക്ക് ചെയ്തതിന് ശേഷം ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ചോറ് ഒരു തവിയോ മാഷറോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അല്ല, ലൈറ്റായിട്ടാണ് ഉടയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാട്ടോ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് കുറച്ച് പാല് വേണം. ഞാനൊരു 400 മില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കേർഡ് റൈസിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനും എടുക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തൈരിൻ്റെ പുളി കൂടാതിരിക്കാനും സഹായിക്കും. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ രാവിലെ പ്രിപ്പയർ ചെയ്ത് ഉച്ചയ്ക്കാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഈ പാലും കൂടെ തൈരായിട്ട് സെറ്റാവും, തൈരിൻ്റെ പുളി കൂടാതെ. നിങ്ങൾ കേർഡ് റൈസ് ഉണ്ടാക്കി ഇമ്മീഡിയറ്റ്ലി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വെറും തൈര് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഇപ്പം തൈരും ഞാൻ ഒരു 400 മില്ലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 മുതൽ 400 മില്ലി മതി. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് ഒരു ഈവൻ ടെക്സ്ചർ ആക്കി കൊണ്ടുവരണം നമുക്കിത്. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നൊരു കാര്യം പറയാനുള്ളത്, പാല് തിളപ്പിച്ചാറി വാം സ്റ്റേജിലും തൈര് റൂം ടെമ്പറേച്ചറിലുമാണ് വേണ്ടത്. ഒരു മീഡിയം സൈസ് വല്യുള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ, വേണമെങ്കിൽ കക്കിരിക്കയും ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്ക് കഴിക്കാവുന്ന എന്ത് പച്ചക്കറിയും ചേർക്കാട്ടോ. ഇനി കേർഡ് റൈസിന്റെ രുചി കൂട്ടാൻ വേണ്ടി നമുക്കൊരു ചെറിയ ടിപ്പ് ചെയ്യാം. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കണേ. ഇത് ചേർക്കുന്നത് കൊണ്ട് കേർഡ് റൈസിന് ഒരു നല്ലൊരു ക്രീമി രുചിയും ടെക്സ്ചറും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിലായിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ചേർക്കാം. ആദ്യം നമ്മൾ ഒരു 10-12 കശുവണ്ടി പരിപ്പ് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതേപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ കോരി മാറ്റി വയ്ക്കാം. ഈ നിറം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തത്. ബാക്കിയുള്ള എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എരിവുള്ള 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റി കൊടുക്കാം. ഇത് പാകമാകുന്ന സമയം അറിയണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ നിറം നോക്കിയാൽ മതി. പച്ചമുളകിൻ്റെ നിറം മാറി വരുമ്പോഴേക്കും 2 പരിപ്പുകളും നന്നായിട്ട് കടിച്ചാൽ പൊട്ടുന്ന വിധത്തിലായിട്ടുണ്ടാവും, ഇഞ്ചിയും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, കടുകും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം കൂടെ ഒരേ സമയത്ത് പാകമായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പാകത്തിനായിട്ടുണ്ട്. പച്ചമുളകിൻ്റെ നിറം മാറി ഇഞ്ചിയുടെ കുക്കായ സ്മെല്ലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. പരിപ്പ് ഞാൻ നോക്കി, 2ഉം കടിച്ചാൽ പൊട്ടുന്നുണ്ട്, കടുകും പൊട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് എണ്ണയുടെ ആ ചൂടിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം.
ആ ഒരു ചൂട് മതി കായം പാകാവാൻ. ഇല്ലെങ്കിൽ വല്ലാതെ മൂത്തുപോയി കയ്പ്പ് രുചി വരും. ഈ വറവല് അല്ലെങ്കിൽ താളിപ്പ് ഒന്ന് തണുത്തതിന് ശേഷം കേർഡ് റൈസിലേക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടി പരിപ്പും ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. തീർന്നിട്ടില്ല കേട്ടോ, ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഈ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നത്. ഇത് വേറൊന്നുമല്ല, പോമഗ്രാനൈറ്റിൻ്റെ പേൾസ് ആണ്. ഉറുമാമ്പഴം അല്ലെങ്കിൽ മാതളപ്പഴത്തിൻ്റെ കുരുവാണ്. ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇതിനെ കൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്. പോമഗ്രാനൈറ്റിനകത്തെ വൈറ്റമിൻ സി കേർഡ് റൈസിനകത്തെ ഇൻഗ്രീഡിയൻസിലുള്ള അയൺ കണ്ടന്റിനെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിക്കാൻ സഹായിക്കും. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. പോമഗ്രാനൈറ്റ് പേൾസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേർഡ് റൈസ് സെർവ് ചെയ്യാൻ റെഡിയാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പപ്പടം, അച്ചാറ്, തൈര്, മുളക്, ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൈ, എസ്പെഷ്യലി പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഇതിൻ്റെ കൂടെ പോകും കേട്ടോ. അപ്പം മറക്കണ്ട, ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഒരു മീലായിട്ട് ഇതെടുക്കുക കേട്ടോ. കാരണം ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, വയറിന് നല്ലതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.